ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിചാരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എവിടെ ഉണ്ടാവുക? പരലോകത്താണ്. രക്ഷപ്പെടാൻ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സന്ദർഭം പരലോകത്തുള്ള രക്ഷയാണ്. പരലോകത്ത് രക്ഷപ്പെടാൻ ബുർദയിലുള്ള വരികളിൽ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ബുർദയിൽ പാടുകയാണ്, യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. മാലയിൽ പറഞ്ഞു കൊടുക്കുന്ന വരിയാണ്, ബുർദയിലെ വരിയാണ്. യാ അക്റമൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും മാന്യരായവരെ, മാലി മൻ അലൂദു ബിഹി, ഞാൻ ആരിലാണ് അഭയം തേടുക? സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, എല്ലാവരെയും ബാധിക്കുന്ന സർവവ്യാപകമായ പ്രയാസം ബാധിച്ചു കഴിഞ്ഞാൽ, അന്ത്യനാളിലെ പ്രതിസന്ധി ഉടലെടുത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയുടെ അടുത്തല്ലാതെ മറ്റാരിലാണ് ഞാൻ അഭയം തേടിപ്പോവുക? ബുർദയിലെ വരിയാണ്. ഏറ്റവും കടുത്ത പ്രയാസം ഉണ്ടായാലും ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനോടാണ്. ചില പണ്ഡിതന്മാർ ബുർദയിൽ ആ വരിയെക്കുറിച്ച് പറഞ്ഞു. ഒരാൾ പറയാൻ, യാ അക്റമൽ യാ ഖാലിഖൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി, സർവ്വതിനെയും പടച്ചവനായ അല്ലാഹുവേ, ഞാൻ ആരിലാണ് അഭയം തേടുക? സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുന്ന ആ ഭാഗത്ത് അള്ളാഹുവിന്റെ പേര് വെച്ചാൽ ആ പറഞ്ഞ വരി അത്ര കൃത്യമാണ്. അള്ളാഹുവെ, പരലോകത്ത് പ്രയാസം ഉണ്ടായാൽ, കടുപ്പമുണ്ടായാൽ, ബുദ്ധിമുട്ടുകൾ ബാധിച്ച്, നിന്നെ അല്ലാതെ മറ്റാരിലാണ് എനിക്ക് അഭയമുള്ളത് എന്ന് ഒരാൾ പറയേണ്ടതിന് പകരം ബുർദയിൽ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയുടെ അടുത്തല്ലാതെ മറ്റാരുടെ അടുത്താണ് ഞാൻ അഭയം തേടാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്.